ഹായ് മക്കളെ, അപ്പം അക്കൗണ്ടൻസിയിൽ നമ്മൾ ഓണം എക്സാമിന് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഒരു പകുതിയില്ല ഒരു കാൽഭാഗമല്ലേ പഠിക്കാനുള്ളൂ. ആ കംപ്ലീറ്റ് ടോപ്പിക്ക് സാറിതാ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ട ഓണം എക്സാമിനേക്ക് വേണ്ട നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്കറിയാം ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ. അപ്പം പെട്ടെന്ന് പഠിച്ചു തീർക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നോക്കിക്കോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് സിമ്പിളായിട്ട് പറഞ്ഞത് കേട്ടോ. ആദ്യം മക്കൾ ഈ ചാപ്റ്റർ ഈ ഒരു മീനിങ് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. യെസ്, അതൊന്നുമില്ല, തിയറി ആയിട്ട് ചോദിച്ചിരിക്കും. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിയോ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചുകളെയാണ്. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചുകൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഡീഡിൽ വന്നു കഴിഞ്ഞാൽ എഗ്രിമെന്റിൽ വന്നു കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പം എന്തൊക്കെ ചേഞ്ചാണ് വരാനുള്ളത്? മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വെച്ചോളൂ. എന്തൊക്കെയാ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരാം. പിന്നെയോ ഒരു പുതിയ പാർട്ട്ണർ അഡ്മിഷൻ എടുത്ത് വരാം അല്ലെ. പിന്നെയോ ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവാം, ഒരു പാർട്ട്ണർ മരിച്ചു പോകാം. ഈ 4 കേസിൽ എന്ത് സംഭവിക്കുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക. ഐ മീൻ എഗ്രിമെന്റിൽ മാറ്റം വരിക. അത് അങ്ങോട്ട് ഓർത്ത് വെക്കുക. ഇത് ചോദ്യം വരും 1 വേർഡും 2 മാർക്കിനൊക്കെ ആയിട്ടോ. അപ്പോൾ ഓർത്ത് വെക്കാം. റെഡി എങ്കിലും അടുത്തതാ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. എന്താണ് അതിന്റെ മീനിങ് അറിയാലോ? പുതിയൊരു പാർട്ണർ നമ്മുടെ ഫേമിലേക്ക് വരുന്നതാണ്. ഓക്കെ, എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയൊരു പാർട്ണർ നമ്മുടെ ഫേമിലേക്ക് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് നമ്മുടെ ഫേമിൽ ഉണ്ടാവുക? ഐ മീൻ അവകാശങ്ങൾ. ഇത് ചോദിക്കുക. അപ്പോൾ എന്തൊക്കെ അവകാശങ്ങളുള്ളത് ശ്രദ്ധിച്ചു. ഒന്നാമത്തത് റൈറ്റ് ടു ഷെയർ അസറ്റ്. ഉണ്ടോ, നമ്മുടെ ഫേമിന്റെ അസറ്റ് ഷെയർ ചെയ്തെടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെയോ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവും. ആർക്ക്? പുതിയ പാർട്ണർക്ക്. ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് താഴെ പറയുന്നത്. ടു ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഓഫ് അസറ്റ് ഹി ബ്രോട്ട് ഇൻ എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഉണ്ടോ, അസറ്റ് ഷെയർ ചെയ്തെടുക്കാനുള്ള റൈറ്റ്സ് ഒരു പാർട്ണർക്ക് കിട്ടണമെങ്കിൽ അയാൾ ഫേമിലേക്ക് എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. ഓർത്ത് വെച്ചേ, അസറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടണമെങ്കിൽ അയാൾക്ക് ക്യാപിറ്റൽ കിട്ടണം. പിന്നെയോ ക്യാപിറ്റൽ കൊണ്ടുവരണം. പിന്നെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് അയാൾക്ക് ഉണ്ടാവണമെങ്കിൽ അയാൾ ഫേമിലേക്ക് ഗുഡ് വില്ലും കൊണ്ടുവരണം. ഇത് അങ്ങോട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം അസറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. യെസ്, ഗുഡ് വില്ല് എന്താണ് പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യണമെങ്കിൽ അയാൾ ഗുഡ് വില്ലും കൊണ്ടുവരണം. ഇത് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. റെഡി, ഇതാണ് ഇതിൻ്റെ മെയിൻ തിയറി വരുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ പാർട്ണർ. ജേണൽ എൻട്രി എന്താ? നമ്മൾ +1 തൊട്ട് പഠിക്കുന്നത് എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റലാണ്. ഓക്കെ അല്ലേ. ഇനി ഒരു അസറ്റും കൂടെ കൂട്ടിയിട്ടാണ് കൊണ്ടുവരണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റലാണ്. ഇത് അങ്ങോട്ട് ഓർത്ത് വെക്കുക. സെറ്റാണേ, ഈ ജേണൽ എൻട്രി ഓർത്ത് വെക്കുക. എങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. നമുക്കൊക്കെ അറിയാം, പുതിയൊരു പാർട്ണർ നമ്മുടെ ഫേമിലേക്ക് വരുമ്പോൾ അയാൾ അവിടെ ഉള്ള ആളുകളുടെ ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും അല്ലേ. പുതിയ ഷെയറിംഗ് റേഷ്യോ ആയിരിക്കും അവരെന്താ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ പുതിയ ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്ന 2 കേസുകൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഹി മേ അക്വയർ ഇറ്റ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. അതൊന്നുമില്ല, എത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അവിടെ നോക്കിയോ, അനിൽ ആൻഡ് വിശാൽ. ഓക്കെ, സെക്കൻഡ് മക്കളെ. ഓക്കെ, അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ഓക്കെ, അപ്പം 2 പാർട്ട്ണർ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ദേ അഡ്മിറ്റ് സുമിത് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5. ഓക്കെ, സുമിത് എന്ന് പറയുന്ന പുതിയൊരു പാർട്ണറെ ഫേമിലേക്ക് കൊണ്ടുവന്നു 1/5 ഷെയറിന്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ, സുമിത്. ഓക്കെ, 3 പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മക്കൾ കണ്ടുപിടിക്കണം. ഇവിടെ അത്ര മാത്രം മക്കൾ നോക്കിയാൽ മതി. അതായത് മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിയേ, അല്ലെ എന്താണ് പുതിയ പാർട്ട്ണറുടെ ഷെയർ എത്രയാ? 1/5 അല്ലേ. മക്കൾ എന്ത് ചെയ്യാന്നറിയോ? ഈ 1/5 ഓക്കെ, ഈ 1/5 1-ൽ നിന്നും ഈ 1/5 അങ്ങോട്ട് കുറയ്ക്കുക. അതായത് 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റിനെ 1 ആക്കി എടുക്കുക. അതിൽ നിന്നും പുതിയ പാർട്ണറുടെ ഷെയർ അങ്ങോട്ട് കുറയ്ക്കുക. അതായത് 1/1-ൽ നിന്നും 1/5 കുറയ്ക്കുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും മക്കളെ? 4/5 ഉണ്ടാവും. റെഡി അല്ലേ. ഈ 4/5 എന്ത് ചെയ്യാന്നറിയോ? മറ്റുള്ള പാർട്ണർ അനിലും വിശാലും അവരുടെ ഷെയർ എത്രയാ? 3:2 അല്ലേ. ഈ 3:2-ൽ അനിലും വിശാലും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അനിലിന് എത്രയാ? 4/5-ന്റെ 3/5-ഉം വിശാലിന് എത്രയാ? 4/5-ന്റെ 2/5-ഉം. അത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് എത്ര കിട്ടും? 12/25-ഉം 8/25-ഉം. ഉണ്ടോ, അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടി എഴുതി കൊടുത്താൽ എന്തായി? 12:8 അല്ലെ. പുതിയ പാർട്ണർ നമുക്കറിയാം എത്രയാ? 1/5 ആണ് അല്ലെ. അപ്പോൾ അതിനെ നമുക്ക് 5 ആക്കി എഴുതി കൊടുത്താൽ നമ്മൾ എന്തായി? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയി. ഇത്രയേ ഉള്ളൂ. ഈ കേസ് മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അതായത് ക്വസ്റ്റ്യനിലെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഷെയറും ന്യൂ പാർട്ണറുടെ ഷെയറും മാത്രം തരുമ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. എന്താ? 1-ൽ നിന്ന് ന്യൂ പാർട്ണർ ഷെയർ കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന എമൗണ്ട് മറ്റുള്ള പാർട്ട്നേഴ്സിന് അവരുടെ ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്താൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയി. ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലടാ? റെഡി അല്ലേ? ഓക്കെ, എങ്കിൽ ഈ ഒരു കേസും കൂടെ മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ കേസ് നോക്കിയതാ. അക്ഷയ് ആൻഡ് ഭാരതി ആർ പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരെന്താ പുതിയ പാർട്ണറെ 1/5 ഷെയറിന് ഫേമിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, വിച്ച് ഹി ഗെറ്റ് ഈക്വലി ഫ്രം അക്ഷയ് ആൻഡ് ഭാരതി. ആണോ, അതെങ്ങനെയാണ് അയാൾ എടുത്തത്? ഈക്വൽ ആയിട്ട് മറ്റുള്ള പാർട്ണറിൽ നിന്നും എടുത്തത്.
ഓക്കെ, ഈക്വൽ ആയിട്ട് 1/5 ഈക്വൽ എന്ന് പറയുമ്പോൾ എത്രയാ? 1/5 ഈക്വൽ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടാളടുത്ത് നിന്ന് എത്ര എടുത്തുണ്ടാവും? 1/10 1/10 അല്ലേ? 1/5 പകുതി 1/10 അല്ലേ? അപ്പോൾ 1/10 എന്ത് ചെയ്യുക? അക്ഷയുടെ ഷെയറിൽ നിന്നും കുറയ്ക്കുക, 1/10 ഭാരതിയുടെ ഷെയറിൽ നിന്നും കുറച്ചാൽ പോരെ എന്ത് കിട്ടാൻ? അവരുടെ ന്യൂ ഷെയർ കിട്ടാൻ. ഈ കേസ് ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് കേസും മക്കൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഓർത്ത് വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റാണേ? റെഡിയാണേ? ഓക്കെ, എങ്കിൽ അടുത്ത മക്കൾ പഠിക്കേണ്ടത് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനാണ്. സോറി മക്കളേതാ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനാണ്. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനിൽ മക്കളതാ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഫോർമുല എന്താ? സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാണുക? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലെ? ഓൾഡ് റേഷ്യോയിൽ നിന്നും ന്യൂ റേഷ്യോ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. റെഡിയാണേ? സെറ്റ്. അപ്പോൾ ആ മക്കളെ ഇവിടെ നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കേസ് 1, ഓൺലി ഓൾഡ് പാർട്ട്നേഴ്സ് റേഷ്യോ ആൻഡ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗിവൺ. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചതാണ്. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. രണ്ട് പാർട്ട്ണർ ഉണ്ട്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഓക്കെ, സി അഡ്മിറ്റഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് 1/5 ഷെയർ. സി എന്താണ്? 1/5 ഫേമിലേക്ക് വന്നു എന്നുള്ളതാണ്. സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര? ഓക്കെ, അപ്പോൾ ഈ കേസിൽ അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഷെയറും ശ്രദ്ധിക്കണേ, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഷെയറും ന്യൂ പാർട്ട്ണറുടെ ഷെയറും മാത്രം തരുമ്പോൾ ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ മക്കൾ ഒരു കാൽക്കുലേഷനും ചെയ്യേണ്ട. ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. അതായത് സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര തന്നെയാണ്? 3:2 തന്നെയായിരിക്കും. അതായത് ക്വസ്റ്റ്യനിലുള്ള ഈ ഇത് തന്നെയായിരിക്കും സാക്രിഫൈസിംഗ് റേഷ്യോ. ഒരു കാൽക്കുലേഷനും ചെയ്യേണ്ട. ഓർത്ത് വെച്ചുള്ള ടെക്നിക്കാ, ട്രിക്ക്. റെഡി? ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ട. ക്വസ്റ്റ്യനിൽ ഓൾഡ് ഷെയറും പുതിയ പാർട്ട്ണർ ഷെയറും മാത്രമാണ് തരുന്നതെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഓൾഡ് തന്നെയായിരിക്കും. ഓർത്ത് വെച്ചോളാം. റെഡി? ഈ കേസ് ഓർത്ത് വയ്ക്കുക. എങ്കിൽ രണ്ടാമത്തെ കേസ് മക്കൾ പഠിക്കേണ്ടതാ ഇതാണ്. കൃത്യമായിട്ട് നമുക്ക് എന്ത് തരും? ക്വസ്റ്റ്യനിൽ ഇതാ നോക്കുക, പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോ തരും, പാർട്ട്നേഴ്സിന്റെ ന്യൂ റേഷ്യോ തരും അല്ലെ? അപ്പം നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഓൾഡ് മൈനസ് ന്യൂ ചെയ്യാം അല്ലെ? ഓൾഡ് മൈനസ് ന്യൂ. ഇവിടെ ഓൾഡ് എത്രയാ? 5/8 മൈനസ് 4/7 അല്ലെ? പിന്നെ അതുപോലെ തന്നെ മോഹിത് എത്രയാ? 3/8 മൈനസ് 2/7. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ റേഷ്യോ, സോറി സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് കേസും മക്കളോടെ പഠിച്ചു വെച്ചിരിക്കുക. സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പഠിച്ചു വെച്ചിരിക്കുക. റെഡി? അപ്പം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും സാർ ഈ പറഞ്ഞ രണ്ട് കേസുകളും നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. റെഡി അല്ലേ? ഇനി അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് ഗുഡ് വിൽ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഗുഡ് വിൽ കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് തിയറി ഉണ്ട്. ഗുഡ് വില്ലിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഇത് തിയറി ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് നോക്കൂ. ലൊക്കേഷൻ, നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ. രണ്ടാമത്തത് ബിസിനസിന്റെ നാച്ചുറൽ. മൂന്നാമത്തത് എഫിഷ്യൻസി, ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി. പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ, ബിസിനസിന്റെ മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയാ. പിന്നെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസുകൾ, അതായത് ഒന്നുമില്ല എന്നാ നമ്മുടെ ബിസിനസിന് കൂടുതൽ എന്താ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ വല്ല പാറ്റന്റ്, കൊളാബറേഷൻ, ട്രേഡ് മാർക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത്. പിന്നെ ടൈം ഫാക്ടർ. കണ്ടോ? ഈ 6 പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വന്നാൽ മക്കൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. റെഡിയാണേ? സെറ്റ്. ഇനി ഗുഡ് വില്ലിൻ്റെ അല്ലെങ്കിൽ ഈ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ, ഈ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. റെഡി? ഇനി നീഡ്സ് വേണ്ട. പിന്നെ നോക്ക്, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ മക്കൾ പഠിച്ചു വെച്ചിരിക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സാറ് പറഞ്ഞു അല്ലേ, ഒരു പുതിയ പാർട്ട്ണർക്ക് നമ്മുടെ ഫേമിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്ത് കിട്ടണമെങ്കിൽ അയാൾ എന്ത് വേണം? ഗുഡ് വിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഒരു പാർട്ട്ണർ ഫേമിലേക്ക് വരുമ്പോൾ അയാൾ ഗുഡ് വിൽ കൊണ്ടുവരിക. അപ്പം നമുക്ക് കുറച്ച് ജേണൽ എൻട്രി പഠിക്കാനുണ്ട്. അപ്പം മക്കൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് സാർ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. രാജൻ മോഹൻ ആർ പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഓക്കെ, അവർ ഗോവിന്ദ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ കൊണ്ടുവന്നു. 40,000 ഫോർ ക്യാപിറ്റൽ. കണ്ടോ? അയാൾ എന്താ 40,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു പുതിയ പാർട്ട്ണർ. 9,000 ഗുഡ് വില്ലും കൊണ്ടുവന്നു. കണ്ടോ? എന്നിട്ടോ ഹാഫ് ഓഫ് ദ ഗുഡ് വിൽ ഈസ് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ. യെസ്. അപ്പോൾ അവിടെ മക്കൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളെ പരിപാടി. റെഡി? അപ്പോൾ എന്ത് ചെയ്യണം മക്കൾ? ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാം, ഓൾഡ് മൈനസ് ന്യൂ വെച്ചിട്ട് അല്ലേ? അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജൻ്റെയും മോഹൻ്റെയും സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക, ഓൾഡ് മൈനസ് ന്യൂ ചെയ്തിട്ട്. ഇനി ജേണൽ എൻട്രി എഴുതാൻ പോവുക. സിമ്പിൾ ആ ജേണൽ എൻട്രി. ആദ്യത്തെ ജേണൽ എൻട്രി നോക്ക് മക്കൾ. ക്യാഷും എന്താണ് ആദ്യം ഇയാൾ എന്ത് കൊണ്ടുവരുന്നുണ്ട്?
ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി നമുക്ക് അറിയാലോ, ആ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. പിന്നെയോ പ്രീമിയം ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം കൂടെ എഴുതി കൊടുക്കുക 9,000 അല്ലേ. ഗുഡ്വിൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ത് തന്നെയാണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു ഗുഡ്വില്ല. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റലാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതിയേ ഉള്ളൂ. റെഡി. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? ഈ ഗുഡ്വിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ ജേണൽ എൻട്രി ഇമ്പോർട്ടൻ്റ്. അതാ പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യുക? സിമ്പിൾ ദാ. ഗുഡ്വിൽ അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആരാ? രാജനും മോഹനും അല്ലേ. ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അപ് ഇതെന്താ? ഗുഡ്വിൽ അക്കൗണ്ട് അപ് ടു രാജൻസ് അക്കൗണ്ട് രാജൻസ് അക്കൗണ്ട് ടു മോഹൻസ് അക്കൗണ്ട്. രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ. എത്രയാ ഗുഡ്വിൽ? 9,000. എങ്ങനെയാ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക? നമുക്കറിയാം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. എത്രയാ? 3:2. അപ്പോൾ 3:2 റേഷ്യോയിൽ എന്ത് ചെയ്യുക? 9,000 രണ്ട് പാർട്ട്നേഴ്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ എത്ര വരുന്നു? 6,000 3,000 കിട്ടും. കണ്ടോ? അതാണ് ആ ജേണൽ എൻട്രി. ഇതാണ് ഞാൻ ഓർത്ത് വെക്കേണ്ടത്. എങ്ങനെയാണ് ഗുഡ്വിൽ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക? റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ഓർത്ത് വയ്ക്കാം. ഇനി നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താണ്? ഹാഫ് ഓഫ് ദ ഗുഡ്വിൽ ഈസ് വിഡ്രോൺ ബൈ പാർട്ട്ണർ. നമ്മൾ ഷെയർ ചെയ്തെടുത്ത ഈ ഗുഡ്വിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാർട്ട്നേഴ്സ് അതിന്റെ പകുതി വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. ആ ജേണൽ എൻട്രി മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അത് ഇത്രയേ ഉള്ളൂ അല്ലെ. രാജനും മോഹനും എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ ജേണൽ എൻട്രി എന്താ? രാജൻസ് അക്കൗണ്ട് അപ്റ്റർ മോഹൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് അല്ലേ നമ്മളെ ഫേമിൽ നിന്ന് പോകുന്നത്. റെഡി. അപ്പൊ എത്രയാ വിഡ്രോ ചെയ്യുന്നത്? കൊടുത്ത ഗുഡ്വിലിന്റെ പകുതി. കൊടുത്ത ഗുഡ്വിൽ എത്രയാ? 6,000 3,000. അതിന്റെ പകുതി എത്രയാ? രാജൻ 6,000ന്റെ പകുതി 3,000. മോഹന്റെ എത്രയാ? 3,000ന്റെ പകുതി 1,500. രണ്ടുകൂടെ കൂട്ടി ടോട്ടൽ എത്രയാ? 4,500 വിഡ്രോ ചെയ്യുക. കണ്ടോ? ഈ ജേണൽ എൻട്രിയാ മക്കൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അതായത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ഗുഡ്വിൽ കൊണ്ടുവരുന്നത്, പിന്നെ ആ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ജേണൽ എൻട്രി, ഗുഡ്വിൽ പാർട്ട്ണർ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന ജേണൽ എൻട്രി. ഇത് മൂന്നും പഠിച്ചു വെച്ചോളാം. ഇതാണ് മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവിടെ ചോദിക്കുക? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ചോദിക്കുക. മതി. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സാറ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അത്രയും സമയം നമുക്കുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഇതിലെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പെട്ടെന്ന് മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഈ ഒരു കേസ് നിങ്ങൾക്കറിയാം. ഓണം എക്സാം നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടാകാൻ പാടില്ല. അടിപൊളിയായിട്ട് നല്ല രീതിക്ക് തന്നെ ക്രിസ്മസ് എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും പ്രാക്ടിക്കൽ എക്സാമിനായാലും നമ്മൾ പഠിക്കണം. സോ ബാച്ചിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പം ഒട്ടും ലേറ്റ് ആക്കണ്ട. മക്കൾക്ക് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാം. ക്രിസ്മസ് എക്സാമിനൊക്കെ നമുക്ക് നന്നായിട്ട് സിലബസ് ഒക്കെ കവർ ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് പഠിക്കണം. സോ നമ്മൾ ഉണ്ടാവും കൂടെ. അപ്പോൾ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്ത് സെറ്റായിട്ട് ഇരിക്കുക മക്കളെല്ലാവരും. ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്താ +2 ബാച്ച് കൂടിയേ തീരുള്ളൂ. റെഡി അല്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. ബൈ.